എല്ലാവർക്കും JP മീഡിയ 5ലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു മീൻ വിഭവമാണ്, അതായത് സ്ക്വിഡ്, കണവ, കൂന്തൽ എന്നൊക്കെ പറയും. അപ്പോൾ അത് കറി വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കാണാം. അടി കട്ടിയുള്ള ഒരു പാത്രം അടുപ്പേ വെച്ച് എണ്ണയൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ചേർക്കുക. അതിനുശേഷം നമ്മൾ സബോള ചേർത്ത് കൊടുക്കുന്നു. സബോള ഇത് ഞാൻ 2 കറിക്കുള്ളതാണ്. അത് ഞാൻ ഒന്നിച്ച് ഈ ഉള്ളി വാട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ വളരെ എളുപ്പമുണ്ട്. അതായത് ഒരേപോലെ നമുക്ക് 2 കറിയൊക്കെ വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ളി വാട്ടുമ്പോൾ ഒന്നിച്ച് ഇതുപോലെ വാട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് പകുതി സമയം ലാഭിക്കാൻ പറ്റും. ഉള്ളി ഒരു 3/4 വേവായി കഴിയുമ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്നു. തക്കാളിയൊക്കെ നല്ല ഗ്രേവി ആകുമ്പോഴത്തേക്കിന് നമുക്ക് സ്ക്വിഡ്, അതായത് കൂന്തൽ, ഞാൻ ഫ്രോസണാണ് വാങ്ങിയത്. ഇതുപോലെ ട്യൂബായിട്ടാണ് കിട്ടുന്നത്. ഫ്രോസൺ കിട്ടിയാലേ അത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് ഡീഫ്രോസ്റ്റ് ചെയ്തെടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ നല്ല റിങ്ങായിട്ട് കട്ട് ചെയ്തെടുത്തു. അത് കഴുകി ഞാനൊരു വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഉരുളി അടുപ്പേ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. ഈ പ്രോസസ്സ് നേരിട്ടങ്ങ് ചെയ്താലും മതി. ഞാൻ ആദ്യം മറ്റേ 2 കറി വെക്കാനുള്ളതാണ് അങ്ങനെ ചെയ്തത്. കടുക് പൊട്ടിച്ച് ഉലുവായിട്ട് ഉലുവ ഒന്ന് കളറ് മാറി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറിവേപ്പിലയിലിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കി വെച്ച് ആ ഗ്രേവി അതുകൂടെ ചേർക്കുന്നു. അതും ചേർത്ത് നമ്മൾ ഇനിയിപ്പോൾ പൊടികളെല്ലാം ചേർക്കാനുണ്ട്. നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി എന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരിയാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളക് നമ്മൾ എരിവിന് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. കാശ്മീരി ആകുമ്പം കുറച്ചുകൂടെ കളറും കിട്ടും. പിന്നെ മല്ലിപ്പൊടി, ലേശം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കുടംപുളി വെള്ളത്തിലിട്ട് അടുപ്പ് വെച്ച് പുളി ഇറങ്ങുന്നിടം വരെ തിളപ്പിച്ചെടുത്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ആ പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു. പുളി നമ്മൾ നേരിട്ട് ഇതിനകത്തിട്ട് തിളപ്പിച്ചെടുത്ത് പുളി ഇറക്കാനുള്ള അധികം ഗ്രേവിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ വെള്ളം തിളപ്പിച്ച് ഇങ്ങനെ എടുത്തൊഴിക്കുന്നത്. പുളി എങ്ങനെയാണ് ചേർക്കുന്നത്? ഒരു ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. റോസ്റ്റായിട്ടൊക്കെ വേണ്ടെന്നുള്ളവരും അധികം വെള്ളം വേണ്ടെന്നുള്ളവരും നമ്മൾ അത് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് കൂന്തലിനകത്തുനിന്ന് കുറച്ച് വെള്ളം വേകുമ്പോൾ ഇറങ്ങി വരും. എനിക്ക് ഇച്ചിരി ഗ്രേവിയുടെ ഉള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂന്തൽ ചേർത്ത് കൊടുക്കുന്നു. ഈ കൂന്തൽ വേകുമ്പം തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും.
ഇനി കൂന്തൽ ഇളക്കി യോജിപ്പിക്കുക, നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച് നമുക്കത് ഇനി വേവിച്ചെടുക്കേണ്ടതാണ്. ഒരുപാട് വേവൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഒരുപാട് സമയം വേവിച്ച് കഴിഞ്ഞാൽ ഇത് റബ്ബർ പോലാവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യരുത്, കുറഞ്ഞ വേവേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഇച്ചിരി പെരിഞ്ചീരകവും ലേശം പെരിഞ്ചീരകവും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് അത് ഇളക്കി വെച്ച് നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അധികം വേവിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ റോസ്റ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റോസ്റ്റായി കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.